ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചുരിദാർ അല്ലെങ്കിൽ കുർത്തിയൊക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതിനുള്ള കാൽക്കുലേഷനാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫോർമുല അനുസരിച്ച് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം, അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോക്കകത്ത് തന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ഒരു ചുരിദാർ അല്ലെങ്കിൽ കുർത്തിയൊക്കെ എങ്ങനെയാണ് കണക്ക് പ്രകാരം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റുന്നതെന്ന് ഈ ചില ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു കുർത്തി അളവ് തെറ്റാതെ കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് തയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന നമുക്ക് അതിൻ്റെ രണ്ട് അളവുകൾ മാത്രം മതി ആക്ച്വലി. ഒന്ന് ചുരിദാറിൻ്റെ ലെന്ത് അല്ലെങ്കിൽ കുർത്തി ഏത് ഇതാണോ തയ്ക്കുന്നത് അതിൻ്റെ ലെന്ത്, ഫുൾ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ എവിടെ വരെ ഇറക്കാൻ വേണം. ചെറുക്ക് താഴെ വരെ ഇറക്കാൻ വേണമായിരിക്കും, ചെറുക്ക് മുട്ടിൻ്റെ താഴെ മതി, ചെറുക്ക് അങ്ങനെ ഓരോരുത്തർ കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ചാണ്. അപ്പോൾ അത് വേണം. പിന്നെ വേണ്ടിയെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് അളവെന്ന് പറയുന്നത് അതുകൊണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡ്രസ്സുകൾ തയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ 44 ഇഞ്ച് ലെന്ത് വേണം. അതോടൊപ്പം തന്നെ 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു വ്യക്തിയുടെ ചുരിദാറിൻ്റെ കണക്കാണ് ഇതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ലെന്ത് എന്ന് പറയുന്നത് കണ്ടോ, 44 ഇഞ്ച് ലെന്ത്, 44 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് 1.5 ഇഞ്ച്, 1 ഇഞ്ചോളം ബോട്ടത്തിൻ്റെ അവിടെ നമുക്ക് മടക്കി അടിക്കാനായിട്ട് അര ഇഞ്ച് ഒന്ന് അകത്താക്കി, പിന്നെ അടുത്ത ഒരു അര ഇഞ്ചോടെ മടക്കി വേണം നമുക്ക് തയ്ക്കാൻ. അപ്പം 44 ഉള്ള ഒരു ലെന്തുള്ളൊരു ചുരിദാറിൻ്റെ നമുക്ക് ഇത് കൂട്ടി വരുമ്പോൾ 45.5 എന്ന് പറഞ്ഞാൽ 45.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പിന്നെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 38 ഇഞ്ചാണ്. ചെസ്റ്റ് അളവിന് നമ്മൾ തുണി എപ്പോഴും 4ആയിട്ട് മടക്കിയിട്ടാണല്ലോ വെട്ടുന്നത്. 4ആയിട്ട് മടക്കിയിട്ടു ആദ്യം ലെന്ത് എടുക്കും, പിന്നെ എടുക്കുന്ന ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി 38 ഇഞ്ചാണ്. 38 ഇഞ്ചിന് ചെസ്റ്റ് അളവ് 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9.5 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 2 അല്ലെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്രയാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ്. ഞാൻ ഇതിവിടെ 1.5 ഇട്ടപ്പോൾ 11 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് ചെസ്റ്റ് അളവ്. അപ്പോൾ 11 ഇഞ്ചിലിട്ട് വേണം നമ്മൾ വെട്ടാൻ. വേസ്റ്റ് ലെന്ത് എന്ന് പിന്നെ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെ അവിടുന്ന് തൊട്ട് താഴെയായിട്ട് വരുന്ന വേസ്റ്റ് ലെന്താണ് നമുക്ക് എടുക്കേണ്ടത്. വേസ്റ്റ് ലെന്ത് എടുക്കുന്നത് നമ്മൾ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഷോൾഡർ ഞാൻ നേരത്തെ തയ്ച്ച് ചുരിദാറിൻ്റെയാണ്. ഇവിടുന്ന് തുടങ്ങി നമുക്ക് ഏകദേശം ബ്രസ്റ്റിൻ്റെയൊക്കെ താഴെയായിട്ട് ഉള്ള അളവാണ്. അതും കഴിഞ്ഞ് താഴെ ഇടുപ്പിൻ്റെ ഭാഗമല്ല, ഈ ബ്രസ്റ്റിൻ്റെയൊക്കെ തൊട്ട് താഴെയായിട്ട് വരുന്നതായ അളവാണ് വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത്. വേസ്റ്റ് ലെന്ത് സാധാരണ നമ്മൾക്ക് 13 മുതൽ 14 ഇഞ്ച് വരെ, 12 ഇഞ്ചൊക്കെ പൊക്കം കുറഞ്ഞവർക്ക് 12 ഇഞ്ച് വരെയൊക്കെ നമ്മൾക്ക് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതാണ് ഈ വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത്. ഇതിന് ഇപ്പം നല്ല ഹൈറ്റുള്ളൊരു കൊച്ചാണല്ലോ 44, അപ്പം നമുക്ക് 14 ഇഞ്ചാണ് വേസ്റ്റ് ലെന്തിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കൂട്ടുന്നതെന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ വിഡ്ത്തെന്ന് പറയുന്നത് ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഇടും? 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 9.5. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ്. ഇടുപ്പിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്, ഇടുപ്പിൻ്റെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ണം കുറവായിരിക്കും ഇടുപ്പിൽ. ഈ ഭാഗത്തിന് വണ്ണം മറ്റേ ചെസ്റ്റിൻ്റെ ഹിപ്പിൻ്റെ അളവിനേക്കാൾ വണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അത് കുറച്ച് വേണം എടുക്കാൻ. 1 ഇഞ്ച് കുറച്ചെടുക്കുമ്പോൾ എത്ര കിട്ടും? 8.5 കിട്ടും. 8.5യുടെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പ് വേണമല്ലോ, 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കും. അപ്പോൾ 10 ഇഞ്ചാണ് നമുക്ക് ഈ വേസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് കിട്ടുന്നത്. വേറൊരു കണക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റ് നമുക്ക് 38 4 ഡിവൈഡ് ചെയ്യാം. 4 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 34 ഇടും. 34 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഇടുന്നു? 8.5 കിട്ടുന്നു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാനാകും. പിന്നെ വേണ്ടിയെന്ന് പറയുന്നത് നമുക്ക് ഹിപ്പിൻ്റെ ലെന്താണ്. ഹിപ്പ് സാധാരണ
17, 18, 19, 20, 21 ഇങ്ങനെ അളവ് വരുവേ. തീരെ പൊക്കം കുറഞ്ഞവർക്കൊക്കെ 17 മതി. അപ്പം അത് മേളിൽ നിന്ന് ഇടുപ്പിൻ്റെ ഭാഗം വരെ ഉള്ളതായ, നമ്മൾ സ്ലിറ്റൊക്കെ തേക്കത്തില്ല, അതിൻ്റെ അവിടം വരെയുള്ളതായ ലെന്താണ് എടുക്കുന്നത്. അതിന് 18, ഞാൻ സാധാരണ ഇത് ഈ കൊച്ചിന് ഇത്രയും ഇതുള്ള ആൾക്ക് എടുക്കുന്ന 21 ഇഞ്ചാണ്. 21 ഇഞ്ച് എടുക്കും. അപ്പം നമ്മളത് 21 ഇഞ്ച് എടുക്കും. അതിൻ്റെ വിഡ്ത്ത് വണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റിന് എത്ര നമ്മൾ എടുത്തത് 4:1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയപ്പം 11 ഇഞ്ച്. 11 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. വേസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ച് കുറയ്ക്കുകയും ചെസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ച് കൂട്ടുകയും ചെയ്യണം. 12 ഇഞ്ചെന്ന് കിട്ടും. അപ്പോൾ ആ 12 ഇഞ്ചാണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഷോൾഡർ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റിൻ്റെ 6:1 ഷോൾഡർ എന്ന് പറയുന്നത്. 38നെ 6:1 എന്ന് പറയുന്നത് 6:33 കിട്ടും. അത് നമ്മൾ 6 ഇഞ്ചാണ് ഷോൾഡറിന് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റിനെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഇടുന്നു അതിനാണ് ചെസ്റ്റ് വിഡ്ത്ത്. 38 ഡിവൈഡ് ബൈ 12 3.25 നമുക്ക് ഈ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് കിട്ടും. പിന്നെ അതുപോലെ അതിൻ്റെ ഡെപ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 8 ആണ്. 8 എന്ന് പറയുന്നത് 38 ഡിവൈഡ് ബൈ 8 എത്ര 4.25. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ഡെപ്ത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എപ്പോഴും കസ്റ്റമറിനെ ആശ്രയിച്ചായിരിക്കും. കസ്റ്റമറിൻ്റെ ഇഷ്ടമനുസരിച്ച് ചിലർക്ക് നെക്കിൻ്റെ വിട്ടെന്ന് പറഞ്ഞാൽ കൂട്ടി വേണ്ടിയവരുണ്ട്. 4 വരെ 4, 5 ഒക്കെ എടുക്കുന്നവരുണ്ട്. അതേസമയം നിങ്ങൾ കഴുത്തിൻ്റെ ഇറക്കവും അതേപോലെ തന്നെ ചിലർക്ക് വിടുത്ത് വേണ്ട, കഴുത്തിറക്കം വേണമെന്ന് പറയും. അങ്ങനെയൊക്കെ എടുക്കുന്നത് അവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇതൊരു പൊതുവായിട്ട് ജനറലായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ആം ഹോൾ എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചാൽ കൈക്കുഴി വെട്ടത്തില്ലേ, അതിന് ചെസ്റ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അത് നമ്മൾ 38നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6.5 കിട്ടി. 6.5 കൈക്കുഴിയായിട്ട് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത്. അതിന് കയറുണ്ടല്ലോ, നമ്മൾ ഈ ബോഡി ഏരിയ ഇങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കോർണറിൽ നിന്ന് ആം ഹോള് ഇത് ബോഡി നമ്മൾ ചെയ്താന്ന് വെച്ചോ, ഇവിടുന്ന് ഇങ്ങനെ ആം ഹോൾ വെട്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എത്ര ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. വരച്ചതിന് ശേഷം ഇവിടുന്ന് എത്ര അകലം എടുക്കുന്നു അതാണ് ആം ഹോൾ കർവ് എന്ന് പറയുന്നത്. ഓക്കെ. ആം ഹോൾ കർവ് എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നമുക്ക് 1 ഇഞ്ചും ബാക്കിൽ 1.5 ഇഞ്ചും ആണ് നമ്മൾ സാധാരണയായിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു 1.5 ഇഞ്ചോളം അടയാളപ്പെടുത്തി നമ്മുടെ ബാക്കിലുള്ള ആംഹോൾ കർവ് വരച്ചു. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇച്ചിരി കുറവല്ലേ, 1 ഇഞ്ചോളം മതി. അങ്ങനെയാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ സ്ലീവ് ലെന്ത് എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലർ 18, ചിലർ ഫുൾ കൈ എടുക്കുന്നവരുണ്ട്, ചിലർ 10 എടുക്കുന്നവരുണ്ട്, ചിലർ സ്ലീവ് ഒട്ടുമേ വേണ്ടെന്ന് പറയുന്നവരുണ്ട്, സ്ലീവ് ഒരു 4 ഇഞ്ച് നിർത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഇതിനെല്ലാം സ്ലീവ് എടുക്കുന്നവർക്ക് സ്ലീവിൻ്റെ കർവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, കർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീവ് ഇങ്ങനെയല്ലേ ഇരിക്കുന്ന സ്ലീവ് തുണിയാന്ന് വെച്ചോ, നമ്മളിവിടുന്ന് ഇതിങ്ങനെ, അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മളിങ്ങനെ ഇങ്ങനല്ലേ, എന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതാണ് സ്ലീവിൻ്റെ കർവ് എന്ന് പറയുന്നത്. അത് ചെസ്റ്റിനെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 38നെ 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.25 കിട്ടും. ആ 3.25 ഇത്രയും ഭാഗത്ത് എടുത്തിട്ട് കൈ കുഴിച്ചു വെട്ടുക എന്ന് പറയും. കൈയെ കുഴിച്ചു വെട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ വെട്ടാനാണിത്. അതാണ് ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. സ്ലീവ് ഓപ്പൺ റൗണ്ട് എന്ന് പറയുന്നത് താഴെ നമ്മൾ കൈയുടെ ഭാഗമുണ്ടല്ലോ തുറക്കുന്ന അത് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമറിൻ്റെ വണ്ണം അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ടോപ്പ് ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ഹിപ്പ് വിഡ്ത്ത് എത്ര നമുക്ക് കിട്ടിയത് 12. ആ 12ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു അതാണ് 13 ഇഞ്ചാണ്. ഇതാണ് ഒരു ചുരിദാറോ ഒരു കുർത്തിയോ മെഷർ ചെയ്ത് നമുക്ക് എല്ലാ ഭാഗങ്ങളും എടുക്കാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ അളവ്. എന്നാൽ ഇതെല്ലാം
ഒരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. നമ്മൾ കറക്റ്റ് ഫിറ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മളെല്ലാ ഭാഗങ്ങളും എടുത്തിട്ട് വേണം, അത് കസ്റ്റമറിൻ്റെ ഇഷ്ടം കൂടെ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഞാനിരുന്ന വീഡിയോസിന് ഒരു ലൈക്ക് കൂടി ഇട്ടേക്കണേ. അല്ലെ കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങളോ ഇതിനേക്കാളൊക്കെ ഒത്തിരി അറിവുള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊന്ന് ഇതിനകത്ത് പറയുമായിരുന്നേ, എനിക്കൂടെ ഒരു അറിവ് കൂടുതലായിട്ട് കിട്ടിയേനെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.